ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3, 4. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം: മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം: മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ബ്ലെൻഡിങ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് ബ്ലെൻഡിങ്. ആയിരത്തി 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഓപ്ഷൻ ബി 50,000 രൂപ. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? 50,000 രൂപ. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? ഓപ്ഷൻ എ 35 UP. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? 35 UP. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന ഹോൾസെയിലായി നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? ഓപ്ഷൻ ഡി FL9 ലൈസൻസ്. കേരളത്തിൽ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന ഹോൾസെയിലായി നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? FL9 ലൈസൻസ്. COTPA അതായത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി വകുപ്പ് 4. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 4. COTPA കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ഓപ്ഷൻ എ 100 യാർഡ്. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? 100 യാർഡ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി 18 വയസ്സ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 18 വയസ്സ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ
വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 14405. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 14405. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏതു വർഷം? ഓപ്ഷൻ ബി 2016. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ചത് ഏതു വർഷം? 2016. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. ഓപ്ഷൻ എ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്. ഓപ്ഷൻ ഡി 180 ml. FL1 വിദേശ മദ്യ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് 180 ml. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് COTPA കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി 2 and 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: 18 വയസ്സിൽ തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് COTPA കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. COTPA നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിനാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഓപ്ഷൻ ബി 30. COTPA കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? ഓപ്ഷൻ ബി 85%.
സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. ഓപ്ഷൻ സി വിമുക്തി. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ വിമുക്തി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി 1 and 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? ഓപ്ഷൻ ഡി 1, 2 and 3. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. IT ആക്ട് 2000 സെക്ഷൻ 43 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്